പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും ഭയങ്കരമായിട്ടുള്ള സെർച്ചിങ്ങിലാണ്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പോകാൻ പറ്റുന്ന നല്ല കോഴ്സുകൾ ഏതൊക്കെയാണ്, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സ് എടുത്ത് ഏത് കോളേജിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുക, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നത്, അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിൽ ഏതൊക്കെ രീതിയിലാണ് അഡ്മിഷൻ കിട്ടുന്നത്, പ്ലസ് ടു സയൻസ് കഴിഞ്ഞതിന് ശേഷം ഏത് കോഴ്സാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, കൊമേഴ്സ് കഴിഞ്ഞിട്ടായിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞിട്ടായിക്കോട്ടെ ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന കോഴ്സ് ഏതാണെന്ന് തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് നിങ്ങളിപ്പോൾ എന്താ പറയുക യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഒരു കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കോളേജിനെ കുറിച്ചോ ഒന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ പല കോളേജിലേക്കും പല കോഴ്സുകളിലേക്കും അഡ്മിഷൻ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ ചെറിയൊരു വീഡിയോയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.